സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയുടെ ഭാഗമായി അഭിനന്ദനീയം 2025 സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. പെരിഞ്ഞനത്ത് നടന്ന ചടങ്ങിൽ ചാലക്കുടി MLA TJ സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിൽ ഒരു വലിയ പ്രോത്സാഹനം പറയുമ്പോൾ അത് തീർച്ചയായും കൂടുതൽ ഉയരങ്ങളിലേക്ക് വളർച്ചയിലേക്കുള്ള ഒരു ചുവടുപടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ദീർഘമായി സംസാരിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെ സംസാരിക്കാൻ സൈലത്തിന്റെ ശിവരാമകൃഷ്ണ വ്യക്തിത്വങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഈ നാടിന്റെ ഒരു ആദരവായി കണക്കാക്കും. ഈ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഒറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. മഹാത്മാഗാന്ധി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക്, നമ്മൾ എത്ര വിദ്യാഭ്യാസങ്ങളൊക്കെ മുന്നോട്ട് പോയാലും ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിക്കും. സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയുടെ കോർഡിനേറ്റർ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. CP ട്രസ്റ്റ് CP സ്വാലിഹിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന ഡഹാലിയ ഗ്രൂപ്പ് ചെയർമാൻ ഹംസ കൊണ്ടാമ്പുള്ളിക്ക് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം പുരസ്കാരം സമർപ്പിച്ചു. മികച്ച പ്രവർത്തനം നടത്തിയ ക്ലബ്ബുകൾ, NSS ടീമുകൾ, വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങൾ എന്നിവർക്കും ആദരവ് നൽകി. 25 വർഷത്തെ നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനത്തിന് ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്തിന് ഹൃദയാർപ്പണ പുരസ്കാരം സമർപ്പിച്ചു. പഞ്ചഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ പ്രിൻസ് നിക്സനെ അനുമോദിച്ചു. മലയാള മനോരമ തൃശൂർ ബാലജന സഖ്യം യൂണിയൻ പ്രസിഡന്റ് TS മുഹമ്മദ് സ്വാലിഹിനെ ചടങ്ങിൽ ആദരിച്ചു. മൂലൻസ് ഗ്രൂപ്പ് ഡയറക്ടർ വിജയ് മൂലൻ, ആൻഷി ഗ്രൂപ്പ് ഫൗണ്ടർ ഷമീൽ മോഹൻദാസ്, സൈലം അക്കാദമി ഫാക്കൽറ്റി ശിവരാമൻ, അഞ്ജലി, ഷമീർ ഏറാട്ട, കഴിമ്പ്രം NSS കോർഡിനേറ്റർ സിന്ധു, ഭാരത് വിദ്യാമന്ദിർ മാനേജർ പ്രസാദ, ഹിറ സ്കൂൾ PTA പ്രസിഡന്റ് അൻവർ ചാമക്കാല, AS ശ്രീജൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.